Hi dears, welcome back to Xylem Learn. It's me, ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളോട് പറയാനുള്ള 5ാമത്തെ കാര്യം ഒരു പക്ഷേ നിങ്ങൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത, ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാരണമാണ്. സോ വീഡിയോ മുഴുവനും കാണുക. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങളുടെ +1 ക്ലാസ്സുകളൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇതിൽ സയൻസ് എടുത്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തോൽക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇനി പെടാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. തോൽക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് തോൽക്കുക എന്നുള്ളതല്ല കേട്ടോ. പല തരത്തിൽ തോൽവികളുണ്ട്, നമ്മൾ മാനസികമായി തളർന്നു പോകുന്ന മൊമെന്റുകളുണ്ട്. സോ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സിലബസ് ആണ്. അതായത് +1 സയൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത, എന്നാൽ കുറേയൊക്കെ കാര്യങ്ങൾ കണക്ഷനുള്ള ഒരു സിലബസ് ആണ്. ഫോർ എക്സാമ്പിൾ മാത്സ് തന്നെ എടുക്കാം. മാത്സിൽ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റ്സ് എന്ന് പറയുന്ന SETS എന്ന് പറയുന്ന ഗണങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അത് നിങ്ങൾ ഇന്നേ വരെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കാത്തൊരു ടോപ്പിക്കാണ്. പക്ഷേ ആ ചാപ്റ്റർ ഈസിയാണ്, വലിയ ടഫൊന്നും ഇല്ലാത്ത, വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൽ ടഫായിട്ട് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഈസി ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇതുപോലെ നിങ്ങൾ ഇന്നേ വരെ കാണാത്ത പല ടോപ്പിക്കുകളാണ് നിങ്ങളുടെ +1 സിലബസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫാകാൻ പോകുന്ന സബ്ജക്റ്റുകൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ സബ്ജക്റ്റുകളായിരിക്കും. മറ്റുള്ള സബ്ജക്റ്റുകളൊന്നും അത്ര ടഫാവില്ല. എന്നാലും പറയുകയാണ്, ബയോളജിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടേംസുകൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുണ്ടാവും. 10ാം ക്ലാസ് കണ്ടതുപോലത്തെ ഒരു ബയോളജി അല്ല നിങ്ങൾ +1 കാണാൻ പോകുന്നത്. 10ാം ക്ലാസ്സിൽ വെറും നിങ്ങൾക്ക് 6 ചാപ്റ്ററാണ് പഠിക്കാനുള്ളതെങ്കിൽ, CBSE വിദ്യാർത്ഥികൾക്ക് 2-3 ചാപ്റ്ററാണ് പഠിക്കാനുള്ളതെങ്കിൽ, +1 എത്തുന്ന സമയത്ത് 19ഓളം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ബയോളജിയിൽ പഠിക്കാനുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു സിലബസിൻ്റെ ചേഞ്ച് ഒരു പക്ഷേ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കിയേക്കാം എന്നല്ല, ഒട്ടുമിക്ക കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുക തന്നെ ചെയ്യും. പക്ഷെ അതിനൊക്കെ പരിഹാരങ്ങളോട് പറയേണ്ട, അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കേൾക്കണം. ഇതൊക്കെ ബുദ്ധിമുട്ടുകളെ പറ്റിയല്ല പറയുന്നത്, അതിനെന്ത് ചെയ്യണം എന്നത് കൂടിയാണ് പറയാനുള്ളത്. 2ാമത്തെ കാര്യം നമ്മുടെ മടിയാണ്. എന്തുകൊണ്ട് മടി വരുന്നു വെച്ചാൽ, 10ാം ക്ലാസ് വരെ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. 10ാം ക്ലാസ്സിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ തലേന്ന് വരെ നിങ്ങൾക്കുണ്ടാവുന്ന അത്രയും നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്കുണ്ടാവുന്ന അത്രയും നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു, രാവിലെന്നോ പകലെന്നോ ഇല്ലാതെ നിങ്ങൾ പഠിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് അറ്റ്ലീസ്റ്റ് ഒരു 2 ചാപ്റ്ററോ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററെങ്കിലും പഠിച്ചു കഴിഞ്ഞു? ഓരോ സബ്ജക്റ്റിൻ്റെയും വളരെ കുറച്ച് ആൾക്കാരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. വളരെ കുറച്ച് ആൾക്കാർ എന്താക്കിയിട്ടുള്ളൂ, പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. ഏകദേശം 1.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ +1 സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5,000-10,000 കുട്ടികൾ മാത്രമേ ഈ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞ ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ ഈ മടി എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് +1 എത്തിയാൽ നിങ്ങൾ മാറ്റേണ്ട ഒരു കാര്യമാണ്. 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പരീക്ഷാ സമയങ്ങളിലോ പരീക്ഷേൻ്റെ 1-2 മാസം മുമ്പേ ആണോ പഠിക്കുന്നതെങ്കിൽ, +1 നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റണമെങ്കിൽ +1 ആദ്യം മുതലേ നിങ്ങൾ പഠിക്കണം. സ്കൂളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ സ്കൂളിലത്തെ എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഇനി ചില ആൾക്കാരുണ്ട് ട്യൂഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ. ട്യൂഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, സ്കൂൾ അറ്റൻഡൻസ് നമുക്ക് നിർബന്ധമാണ് അല്ലേ. പക്ഷേ സ്കൂളുകളിൽ ചില സബ്ജക്റ്റുകൾക്കൊക്കെ ടീച്ചേഴ്സ് അടിപൊളിയായിരിക്കും. ഒരിക്കലും അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. എല്ലാം എനിക്ക് ട്യൂഷൻ മതിയെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം നമ്മുടെ സ്കൂളിലെ അധ്യാപകർ അടിപൊളിയാണ്, യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ ടീച്ചർ എടുക്കുന്ന ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാതൊക്കെ വരും. ചിലപ്പോൾ ചില ടീച്ചേഴ്സിൻ്റെ പ്രശ്നം കൊണ്ട് ക്ലാസ് റൂമിൽ ഒട്ടുമിക്ക കുട്ടികൾക്ക് മനസ്സിലാവാതെ വരും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും എൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടാണ്. അപ്പോൾ മടി ഒഴിവാക്കിയിട്ട് നിങ്ങൾ പഠിക്കണം. ഒരു ദിവസം മിനിമം സ്റ്റാർട്ടിങ്ങിൽ 2-3 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ പഠിക്കണം. SSLC സമയത്തൊക്കെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ലാസ്റ്റിലേക്ക് 2-3 മണിക്കൂർ പഠിക്കണം എന്നായിരുന്നുവെങ്കിൽ, ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ദിവസവും നിങ്ങളൊരു 2-3 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഫുൾ മാർക്കിലേക്കും ഫുൾ A+ലേക്കും എത്താൻ പറ്റുള്ളൂ. 3ാമത്തെ ഫാക്ടർ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ചില പരീക്ഷകളിൽ നമുക്ക് മാർക്ക് കുറയും. നമ്മൾ നന്നായിട്ട് ഞാൻ പറഞ്ഞ 2-3 മണിക്കൂറൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും ചില സബ്ജക്റ്റുകളിലൊക്കെ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മാർക്ക് കുറയുകയും, ഒരു പക്ഷേ ഇന്നേ വരെ തോറ്റിട്ടില്ലാത്ത പല കുട്ടികളും യൂണിറ്റ് ടെസ്റ്റുകൾക്കൊക്കെ ചിലപ്പോൾ തോൽക്കുകയൊക്കെ ചെയ്യും. അതിന് ഈ പറയുന്ന ഫാക്ടറുകളൊക്കെ ഉണ്ട്. മടി, അങ്ങനെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അവരെന്ത് ചെയ്യും, തോൽക്കും. അവരൊക്കെ വിചാരിക്കുന്നത് എന്താ, തലേന്ന് ദിവസം ഇരുന്നാൽ പഠിച്ചാൽ കിട്ടുന്ന, ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഈ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻസ് ഒന്നും നഷ്ടപ്പെടുത്തണ്ട. അതിനെ മാക്സിമം എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. എവിടെയാണ് മാർക്ക് കുറഞ്ഞതെന്ന് സ്റ്റഡി ചെയ്യുക. എന്നിട്ട് ആ ടോപ്പിക്കുകൾ വീണ്ടും റിവൈസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, എന്ന് കാര്യം നിങ്ങൾ കാര്യങ്ങളൊന്നും മിസ്സാക്കണമെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. അതായത് നമുക്ക് അത്യാവശ്യമുള്ളത് നമ്മൾ പോകണം, അതൊക്കെ പോയിട്ടൊക്കെ തന്നെ നിങ്ങൾ പഠിക്കണം. അല്ലാതെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, എൻട്രൻസ് ഒക്കെ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെ പഠിക്കാം. ഇപ്പം നമ്മൾ Kings 11 ബാച്ച് ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. എന്നാലേ നിങ്ങൾക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻട്രൻസ് കുറച്ചുകൂടി ഡീപ്പാണ്. അത് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു പഠിപ്പിച്ചു തരും, അതൊക്കെ വേറെയാണ്. 3ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു. 4ാമത്തെ കാര്യം എന്താണ്?
ഇംപ്രോപ്പർ സ്റ്റഡി മെത്തേഡാണ്. അപ്പോൾ ഒരു കുട്ടി വിചാരിക്കുകയാണ് ഇന്ന് എനിക്ക് മാത്സ് പഠിക്കാം, ആ മാത്സ് പഠിക്കാം, നാളെ എനിക്ക് ഫിസിക്സ് പഠിക്കാം. അതല്ല, കൃത്യമായിട്ടൊരു സ്റ്റഡി ടേബിൾ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുക. അപ്പോൾ എങ്ങനെയാണ് എല്ലാ ദിവസവും പഠിക്കുക? നിങ്ങൾ അഗ്നി ബാച്ചിനെ പറ്റി കേട്ടിട്ടില്ലേ? നിങ്ങളൊക്കെ കേൾക്കാത്ത ആൾക്കാരോടാണ്. ഒരുപാട് റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്തൊരു ബാച്ചാണ് നമ്മുടെ +1 അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ട്യൂഷൻ, ഒരു നോർമൽ ട്യൂഷനാണ്. ആ ട്യൂഷൻ എങ്ങനെയാണ് നോർമലിൽ നിന്നും നമ്മുടെ റിസൾട്ടിലേക്ക് എത്തുന്നത്? എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ നോട്ട്സുകൾ ഉണ്ടാകും, അതിന് DPPs, അതായത് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം. എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാകും, അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഉണ്ടാകും. അതിന് പുറമെ വീക്ക്ലി നിങ്ങൾക്കൊരു എക്സാം ഉണ്ടാവും, ഇൻസ്റ്റാലേൺ, മൈൻഡ് മാപ്പ്, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സുകൾ. ഒരു നോർമൽ ട്യൂഷൻ സെൻറ്ററിൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ അഗ്നി ബാച്ച്. എന്നാൽ വെറും ഒരു വർഷം നിങ്ങൾക്ക് വരുന്ന ഒരു എമൗണ്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഓഫറും കൂടിയുണ്ട്. വെറും 4999 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ബേസ് പ്ലാനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. അതേ സമയത്ത് നിങ്ങൾ ഇൻഫിനിറ്റി ബാച്ചാണ് എടുക്കുന്നതെങ്കിലോ, ഇൻഫിനിറ്റി ബാച്ചിലേക്ക് വരുന്ന സമയത്ത് വെറും 5390, അഥവാ ഒരു 900 രൂപയും കൂടി അധികം വരുന്ന രീതിയിൽ. അപ്പം ബേസ് പ്ലാനെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് ബേസ് പ്ലാനിൽ ഇത്രയും കാര്യങ്ങൾ, ഈ ടിക്കിട്ട കാര്യങ്ങളാണ് കിട്ടുക. എന്നാൽ ഇൻഫിനിറ്റി പ്ലാനിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇൻഫിനിറ്റി പ്ലാൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് വെച്ചാൽ, നിങ്ങൾ +1 എന്തായാലും ട്യൂഷൻ എടുത്തോ. കാരണം നമ്മൾ പോകുന്ന സ്കൂളിൽ എല്ലാ ടീച്ചേഴ്സും ചിലപ്പോൾ അടിപൊളിയാവണം നിർബന്ധമൊന്നുമില്ല. ഇനി എല്ലാ ടീച്ചേഴ്സും അടിപൊളിയാണെങ്കിലും നമുക്കതെല്ലാം മനസ്സിലാവണം നിർബന്ധമല്ല. നമുക്ക് ഒരു സബ്ജക്റ്റ് മാർക്ക് കുറഞ്ഞാൽ തന്നെ നമ്മുടെ ഭാവിയെ ബാധിക്കും. +2 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ട പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയാണ്. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഒരു കോംപ്രമൈസ് വരുത്താൻ പാടില്ല. ഒരു സബ്ജക്റ്റ് പോലും നിങ്ങൾക്ക് മാർക്ക് കുറയാൻ പാടില്ല. അങ്ങനത്തെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാർക്ക് കുറയാണ് നിങ്ങളുടെ ഭാവിയെ അത് ബാധിക്കും. അപ്പോൾ ഒരു റിസ്ക് നിങ്ങൾ എടുക്കാൻ പാടില്ല. എല്ലാ ദിവസവും 2-3 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ സ്കൂളത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് രാത്രിയേക്ക് നിങ്ങൾ സൈലത്തിലേക്ക് വരിക. അവിടെ അഗ്നി ബാച്ച് ഉണ്ട്. ആ അഗ്നി ബാച്ചിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. എല്ലാ ദിവസവും ഏറ്റവും അടിപൊളി. അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. അപ്പം 5ാമത്തെ കാര്യത്തിനല്ലേ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? അത് മറ്റേതാണെന്ന് അറിയോ? നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. 5ാമത്തെ പോയിൻ്റാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. +1 നിങ്ങൾക്ക് പുതുതായിട്ട് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടാൻ പോകും. നിങ്ങൾ ഇന്നേ വരെ പഠിക്കാത്ത സ്കൂളിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, ചിലപ്പോൾ പഠിച്ച സ്കൂളിൽ തന്നെ ഉണ്ടാവും. ഇന്നേ വരെ നിങ്ങൾ കാണാത്ത കുറേ ഫ്രണ്ട്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ആ ഫ്രണ്ട്സ് ചിലപ്പോൾ കള്ള് കുടിക്കുന്നവരുണ്ടാവാം, സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവാം, MDMA യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പല തരത്തിൽ ലഹരിക്ക് അടിമകളായിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിലോ ഇരു നോട്ടത്തിലോ ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ നന്നായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും അവർ ഇങ്ങനത്തെ ഒരാളാണെന്ന് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുക. പക്ഷെ അപ്പോഴേക്കും നമ്മൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പതിയെ നമ്മളും അതിലേക്ക് പോകുന്നൊരു രംഗം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാവും. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിൽ ഇതുപോലത്തെ ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അവർ ഇതേപോലെ കള്ള് കുടിക്കുന്ന സമയത്ത് എന്നോട് പറയാണ്, ഒന്ന് കഴിച്ചു നോക്കടാ. കാരണം ആ കോളേജിൽ ആകെ 2-3-4 ബോയ്സേ ഉള്ളൂ ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എന്നോട് പറയാണ് കഴിച്ചു നോക്കാം. ഞാൻ ആരോടും പറയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു നോ, അല്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല സ്ഥലത്ത് മാത്രമേ എത്തിപ്പെടുള്ളൂ എന്നൊന്നും വാശി പിടിച്ചൊരു കാര്യമല്ല. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ചീത്തകളുടെ ഒരുപാട് കൂമ്പാരമുള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മൾ ഇനി ജീവിക്കാൻ പോകുന്ന ഓരോ സാഹചര്യങ്ങളും. പക്ഷേ അതിൽ നിന്നൊക്കെ നോ പറയാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നിന്നെ കണ്ടിട്ടൊരു കഞ്ചാവ് നിൽക്കണമെന്നാ, അതല്ല, അങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറച്ചൊക്കെ അവരുടെ കൂടെ ജീവിക്കുന്ന സമയത്ത്. അപ്പോൾ അവർ അടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അടുക്കുക, ഇനി അല്ലെങ്കിൽ വിട്ട് കളയാൻ പറ്റുന്ന ആൾക്കാരാണ് വിട്ട് കളയുക. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. കാരണം +2 എന്ന് പറയുന്നത് നിങ്ങളുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും വലിയ ഭാവിയിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ്. 10ാം ക്ലാസ് പോലെ അല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സൈലത്തിൻ്റെ അഗ്നി ബാച്ച് ജോയിൻ ചെയ്യാം. ഇതിനൊക്കെ ഉള്ള പരിഹാരം അവിടെയുണ്ട്. ഈവൻ നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടണമെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞുതരും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഈ മൺസൂൺ ഓഫർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുത്തുകൊണ്ട് സൈലത്തിലേക്ക് വരിക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. മീ ഷാഹിദ് റംസാൻ, സൈലന്റ് ലേണിംഗ്. ബൈ.